നമസ്കാരം. ഡിസംബർ 29 മുതൽ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയം ആരംഭിക്കുകയാണ്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ഗ്രഹങ്ങളുടെ രാജാവായ സാക്ഷാൽ സൂര്യൻ നിശ്ചിതം കാലം കൂടുന്നതായ അവസരത്തിൽ രാശി മാറുകയും നക്ഷത്രം മാറുകയും ചെയ്യുന്നതാണ്. ഈ സമയം പല നക്ഷത്രക്കാർക്കും അത് അനുകൂലമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നിലവിൽ സൂര്യൻ മൂലം നക്ഷത്രത്തിലാണ് ഉള്ളത്. എന്നാൽ ഡിസംബർ 29 സൂര്യൻ മൂലത്തിൽ നിന്നും പൂരാടം നക്ഷത്രത്തിലേക്ക് എത്തും. ഈ സമയത്ത് ചില രാശിക്കാർക്ക്, ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതാകുന്നു. ശുക്രന്റെ നക്ഷത്രമാണ് പൂരാടം എന്ന പ്രത്യേകതയുണ്ട്. 27 നക്ഷത്രങ്ങളിൽ 20ാമത്തെ നക്ഷത്രം കൂടിയാണ് പൂരാടം. ധനുരാശിയിലാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഡിസംബർ 29 മുതൽ അനുകൂലമായ സമയം ജീവിതത്തിൽ ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മേടം രാശിയാണ്. സൂര്യൻ പൂരാടം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് മേടം രാശിയുടെ 9ാമത്തെ ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് നിസ്സംശയം പറയാം. വളരെയധികം നേട്ടങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതായ സമയമായി തന്നെ മാറും. സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. വളരെ കാലമായി പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ പല ജോലികളും നിങ്ങൾക്ക് ആരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല യാത്രകളും നിങ്ങൾക്ക് നേട്ടങ്ങൾ, ഉയർച്ച കൊണ്ടുവരുന്നതായി തീരും. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. സൂര്യന്റെ മാറ്റം ഭാഗ്യമായി തന്നെ ഇവർക്ക് മാറും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സാമ്പത്തികപരമായി വളരെയധികം നില മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പണം സമ്പാദിക്കുന്നതിന് നിരവധി സ്രോതസ്സുകൾ, ധനപരമായ സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഭാഗ്യത്തിന്റെ പരിപൂർണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സമ്പാദ്യം വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ദാമ്പത്യ ജീവിതം കൂടുതൽ അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം തന്നെയാണ് വന്നു ചേരുക. പങ്കാളിയുമായുള്ള അടുപ്പം, സഹകരണം എന്നിവ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും കടബാധ്യതകൾ ഒരു പരിധി വരെയെങ്കിലും കുറച്ച് കൊണ്ടുവരുവാനും സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മിഥുനം, മകീരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സൂര്യൻ പൂരാടം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഗുണകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന് നിസ്സംശയം പറയാം. കാലാകാലങ്ങളായി ചെയ്തു പോന്നിരുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും ഗുണഫലങ്ങൾ ഇരട്ടിയായി തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബക്കാരായും സുഹൃത്തുക്കളായുള്ള ബന്ധം നിങ്ങൾക്ക് കൂടുതൽ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ, പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ആഡംബര ജീവിതം, സുഖ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ, സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖകരമായി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
പങ്കാളിക്കൊപ്പം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല കാര്യങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. തൊഴിൽ മാറുവാനുള്ള അവസരങ്ങളുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് തീരുമാനം എടുക്കാതെ അല്പം കൂടി ചിന്തിച്ചതിന് ശേഷം തീരുമാനം എടുക്കുന്നതാണ് ശുഭം. കൂടാതെ കരിയറുമായി ബന്ധപ്പെട്ട് ഉന്നതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അനവധി നേട്ടങ്ങൾ സാമ്പത്തികപരമായി അനുഭവിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ വന്നു ചേരാം. ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതകൾ, ഭാഗ്യം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും വൃശ്ചികം രാശിയുടെ രണ്ടാമത്തെ ഭാവത്തിലാണ് സൂര്യൻ പൂരാടം നക്ഷത്രത്തിൽ എത്തുന്നത്. വൃശ്ചികം രാശിക്കാരായ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ പോലും അവർക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേരുക. കൂടാതെ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ജോലി സംബന്ധമായ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. തൊഴിൽ രഹിതരായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ പുതിയ ജോലി അന്വേഷിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മികച്ച അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പണം സമ്പാദിക്കുന്നതിന് ഒന്നിലധികം വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുക തന്നെ ചെയ്യും. പ്രണയ കാര്യങ്ങളിൽ പോലും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖകരമായി തീരും. പങ്കാളിക്കൊപ്പം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും ഗുണഫലങ്ങൾ ലഭിക്കുന്നതായ സമയം തന്നെയാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് പോലെ തന്നെ ജോലി മാറുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായി തീരും.